Hello guys, welcome back to our channel. This is me with Manlube എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സീക്ക് ആണെങ്കിൽ ഇപ്പോൾ എറിന് പഴയ ചില മെമ്മറീസ് കാണിച്ചു കൊടുക്കുകയാണ്. കൃഷ ഏഗറിന്റെ മെമ്മറി. ആ സമയത്ത് ഇപ്പോൾ എറിനാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ആ ഒരു പഴയ മെമ്മറി നോക്കും. എറിൻ ജനിച്ച സന്തോഷത്തിൽ കൃഷ ഏഗറും ഫാമിലിയും അങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. സീക്കാണെങ്കിൽ എറിനോട് പറയും, നിന്റെ അച്ഛൻ എപ്രകാരമാണ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇതൊക്കെ നിനക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് സണ്ണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മറന്നു കളഞ്ഞാണ് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം അടുത്ത മെമ്മറി കാണിക്കും. നമ്മുടെ എറിനാണെങ്കിൽ അല്പം വളർന്നിരിക്കുകയാണ്. അവനങ്ങനെ ഓടിച്ചാടി നടക്കുന്ന അതേ സമയം തന്നെ അവന്റെ അച്ഛനാണെങ്കിൽ പണപ്പെട്ടവർക്ക് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ ഈ പേരിന് കാണിച്ചു കൊടുക്കും. അദ്ദേഹമാണെങ്കിൽ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം ട്രീറ്റ്മെന്റ് കൊടുത്ത് കിങ് എവിടെയാണെന്ന് നൈസായിട്ട് കണ്ടുപിടിച്ച് ആ ഒരു ഫൗണ്ടിങ് ടൈറ്റൻ പവർ അത് നൈസായിട്ട് അടിച്ചു മാറ്റി. ഏഗറിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അത് കേട്ട് എറിൻ പറയും, എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, ഞാൻ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന്. അതിനവൻ പറയും, ഇത്രയും ചുരുക്കം മെമ്മറീസ് കണ്ടു തന്നെ നീ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണ്ട, ബാക്കിയൂടെ കണ്ടതിന് ശേഷം നിനക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് അടുത്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അടുത്തടുത്ത ഓരോ മെമ്മറീസ് ആയിട്ട് ഇപ്പോൾ എറിന് സീക്ക് കാണിച്ചു കൊടുക്കും. ഡോക്ടർ ഏഗർ ആണെങ്കിൽ ഒരുപാട് പേർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇപ്പോൾ ഒരു ചർച്ചിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. എറിനാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ചർച്ചിലേക്ക് എത്തിയെന്ന് ചോദിക്കും. ഈ ഒരു ചർച്ചിലാണ് എറിനെ കിങ് റൈസ് കെട്ടിയിട്ടതിന് ശേഷം ഹിസ്റ്റോറിയോട് അവനെ കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അതേ ചർച്ചിന് മുൻപിൽ ഇപ്പോൾ അവരെത്തി. കൃഷ ഏഗർ ആണെങ്കിൽ അവിടേക്ക് വന്ന് ആ കാര്യം മനസ്സിലാക്കി ഫൗണ്ടൻ ടൈറ്റിനെ കുറിച്ചുള്ള കാര്യം തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് വന്ന് തന്റെ സെക്കൻഡ് ചൈൽഡായിട്ടുള്ള എറിനെ അവനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് കരയും. അപ്പോഴായിരിക്കും സീക്ക് തന്നെ തിരിച്ചറിയുക, ആളുടെ ആദ്യത്തെ മകനോട് എപ്പോഴും ടെററായിട്ടുള്ള ലുക്കൊക്കെ കൊടുത്ത് വലിയ സ്നേഹമൊന്നും കാണിക്കാത്ത രീതിയിലാണ് വളർത്തിക്കൊണ്ടു വന്നത്. പക്ഷെ രണ്ടാമത്തെ മകനോട് അദ്ദേഹത്തിന്റെ അല്പം സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മിഷൻ അത് അത്രയും വൈകിപ്പിച്ചത്. എന്തൊക്കെയായിരുന്നെങ്കിലും രണ്ടാമത്തെ മകൻ എറിൻ അദ്ദേഹത്തിന്റെ പാതയിലൂടെ തന്നെ വളർന്നു വന്നു. ഇതായിരിക്കും നമ്മുടെ എറിൻ ആൻഡ് ടീം അണ്ടർഗ്രൗണ്ട് എന്ന് കണ്ടെടുത്ത ആ ഒരു ഡയറി അത് എഴുതുന്നതായിട്ട് കാണിക്കുക. അതിനുശേഷം ഉറക്കത്തിൽ ഈ ഏഗർ ആണെങ്കിൽ സീക്കിനോട് മാപ്പ് പറയുന്നത് നമുക്ക് കേൾക്കും. സീക്ക് ആണെങ്കിൽ ഷോക്കാവും. ഇദ്ദേഹം എന്തിനാ എന്നോട് മാപ്പ് പറയണമെന്ന് ഒരു സെക്കൻഡ് ചിന്തിക്കും. സീക്കിനാണെങ്കിൽ അവന്റെ മനസ്സിൽ എന്തൊക്കെയോന്ന് തോന്നുകയാണ്. സത്യത്തിൽ അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോന്ന് ഒരു നിമിഷം അവൻ ചിന്തിക്കും. എറിനാണെങ്കിൽ വായോ നമുക്ക് അടുത്ത മെമ്മറിയിലേക്ക് പോവാന്ന് പറയും. പിന്നീട് എറിനാണെങ്കിൽ കൂടെ മെച്ചൂർഡായതിനു ശേഷം അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അവനെ വളരാനായിട്ട് അവന്റെ അച്ഛൻ ഏഗർ അവനെ അനുവദിക്കുകയാണ്. അത് കണ്ട് ഇപ്പൊ അവന്റെ ബ്രദറിന് ഭയങ്കര അത്ഭുതം. എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതുപോലെ, എന്നെ വളർത്താൻ ശ്രമിച്ചതുപോലെ അല്ല നിന്നെ അച്ഛൻ വളർത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം ചെയ്തത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കൺഫ്യൂസ്ഡ് ആവും. എറിന്റെ ബ്രദർ ആണെങ്കിൽ ഷോക്കാവും. സത്യത്തിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്തതുപോലെ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് നീ ആ ഫൗണ്ടൻ ടൈറ്റന്റെ പവർ അതെടുക്കണമെന്ന് ആഗ്രഹിച്ചത്? അതിനെറിൻ പറയും, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് മിക്കാസയെ രക്ഷിക്കാനായിട്ട് അവൻ ചെയ്ത അറ്റാക്കിന്റെ മെമ്മറി അതിപ്പോ സീക്കിന് കാണിച്ചു കൊടുക്കുകയാണ്. സീക്ക് ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഞാൻ ഒരിക്കലും ആരുടെ ഇഷ്ടപ്രകാരമല്ല ജീവിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ്. നീ ഇപ്പോഴും പോയ നമ്മുടെ അച്ഛന്റെ വിഷ് അത് ഓർത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്രകാരമല്ല. ഈ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കിയ സീക്കാണെങ്കിൽ അവനോട് പറയും, നിന്നോട് അച്ഛൻ സ്നേഹപൂർവ്വം പെരുമാറിയതുകൊണ്ട് തന്നെ അച്ഛന്റെ വിഷായിട്ടുള്ള ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ള കടമ അല്ലെങ്കിൽ ആഗ്രഹം അത് നീ ഏറ്റെടുത്തു അല്ലേ? അതിനുശേഷം അവരടുത്ത മെമ്മറിയിലേക്ക് പോവാണ്. എറിന്റെ ബ്രദർ ആണെങ്കിൽ അവനോട് പറയും, എന്റെ കയ്യിൽ ഫൗണ്ടറിന്റെ ആ ഒരു പവറുണ്ട്. ദയാവധം ചെയ്ത് എല്ലാം എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിനു മുൻപ് നിന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവർ എന്നെ രക്ഷിച്ചതുപോലെ ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ രക്ഷിക്കുന്നു പറയും. അതിനുശേഷം അവരടുത്ത മെമ്മറി കാണുകയാണ്. ആ ഒരു ഡയറി അത് എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം മനുഷ്യകുലം അതിനിയും അവസാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം എഴുതുവതിൽ. എറിന്റെ പപ്പയാണെങ്കിൽ ആ ഒരു ഡയറി അവർ തുറന്ന ആ ഡ്രോയിൽ വെച്ച് ക്ലോസ് ചെയ്ത് ആ കീ അതെടുത്ത് മുകളിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന മെമ്മറി എപ്പിസോഡ് ഫസ്റ്റിൽ കണ്ട മിക്കാസയും എറിനും അവർ രണ്ടുപേരും വിറകൊക്കെ കളക്ട് ചെയ്ത് അവിടേക്ക് വരികയാണ്. മിക്കാസ ആണെങ്കിൽ ഇപ്പോ എറിന്റെ പാരന്റ്സിനോട് പറയും, അമ്മ ആഗ്രഹം അവന് സ്കൗട്ട് റെജിമെന്റിൽ ചേരണമെന്നാണ്. അത് കേട്ട് എല്ലാവരും ഷോക്കാവും. എറിന്റെ അമ്മയാണെങ്കിൽ അവന്റെ ചെക്ക് പിടിച്ച് കിഴക്കും. എറിനാണെങ്കിൽ മിക്കാസയോട് ദേഷ്യപ്പെടും. അവന്റെ അമ്മയാണെങ്കിൽ അവനെ വഴക്കു പറയും. എത്രയോ സോൾജിയേഴ്സ് മരിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? അവന്റെ പപ്പയാണെങ്കിൽ അവനോട് നീ എന്തിനാണ് ആ ഒരു സോൾജിയർ ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും, എനിക്കെനി ഈ മതിലുകൾക്കുള്ളിൽ ജീവിക്കാൻ കഴിയില്ല. പുറത്തുള്ള വിശാലമായ ലോകം അതെനിക്ക് കാണണം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. എറിന്റെ അമ്മയാണെങ്കിൽ ഇപ്പൊ ഏഗറിനോട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറയും. അതിന് ഏഗർ പറയും, എനിക്ക് പോകാൻ സമയമായി. തിരികെ വന്നതിന് ശേഷം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എറിൻ, നിന്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു വിലങ്ങുതടിയാവില്ല. നിനക്ക് ഇഷ്ടത്തിന് സ്വതന്ത്രമായിട്ട് പറക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പോയി വന്നതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ ഞാൻ നിനക്കായി കാത്തു സൂക്ഷിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അതിനുശേഷം കണ്ണീരോട് കൂടെ അദ്ദേഹം ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോവാണ്. ഡോക്ടർ ആണെങ്കിൽ കിങ്ങിനോട് കെഞ്ചും, ഞാൻ ഈ മതിലിനുള്ളിലുള്ള ആളല്ല, മതിലിന് വെളിയിൽ നിന്ന് അകത്തേക്ക് വന്ന ആളാണ്.
ഒരുപാട് ടൈറ്റൻസ് ഇവിടെ ആക്രമിക്കാനായിട്ട് പോവുകയാണ്. എന്റെ വൈഫിനെയും കുഞ്ഞിനെയും ഇവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ കെഞ്ചു. പക്ഷെ അവരാണെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. പ്രത്യേകിച്ച് ഫിഡ. അവളിലാണ് ആ ഫൗണ്ടൈൻ ടൈറ്റന്റെ പവർ ഉള്ളത്. ഇത് തീയാണ്. ഇത് മാറ്റി എഴുതാൻ ആർക്കും അവകാശമില്ല. ഇത് നടന്നേ പറ്റൂ എന്ന് അവൾ തീർത്തു പറയും. ആണെങ്കിൽ ഫസ്റ്റ് കിങ്ങിൽ നിന്ന് ഇപ്പൊ വരെയുള്ള എല്ലാ മെമ്മറീസും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അവളാണെങ്കിൽ ഡോക്ടറിനോട് വളരെ വിശദമായിട്ട് സംസാരിക്കും. ടൈറ്റന്റെ പവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങളുടെ പവർ അത് വളരെ വീക്കാണ്. ടൈറ്റൻ വാറിൽ വെച്ച് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. നമ്മളെപ്പോഴും ടൈറ്റൻസിന്റെ പവർ അത് മനുഷ്യരിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഫൗണ്ടറിന്റെ പവർ അത് വീക്കായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നശിക്കും. അതുകൊണ്ട് ഗ്രാജുവലായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ അത് സംഭവിച്ചേ തീരൂ. അതിനാരും തടയാൻ പാടില്ല. സോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തെ തടഞ്ഞാൽ അത് വലിയ വിപത്തായി മാറുമെന്ന് പറയും. ഉടനെ എന്റെ ബ്രദറാണെങ്കിൽ ഞാനും ഈ പെണ്ണും ഒരുപോലെയാണ് ചിന്തിക്കുന്നതെന്ന് പറയും. ഗൃഷ അതിനുശേഷം ഈ ഒരു ഫാമിലി മുഴുവൻ ഇല്ലാതാക്കിയെന്ന് പറയും. ടെറിനാണെങ്കിൽ ടെററായിട്ട് അതെല്ലാം കണ്ടും കേട്ട് നിൽക്കും. ഇവിടെ ഏഗറാണെങ്കിൽ അവരോട് കെഞ്ചാണ്. ആ ഒരു മതിൽ തകരാൻ പോകുന്ന ഭാഗത്താണ് എന്റെ ഫാമിലി ഉള്ളത്. ദയവ് ചെയ്ത് ഇത് തടഞ്ഞേ പറ്റൂ. നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റിന് പകരമായിട്ട് നമ്മളിത് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നിരപരാധികളായിട്ടുള്ള ഈ ജനങ്ങൾ മരിച്ചുപോയാൽ അതിനെന്തെങ്കിലും പരിഹാരം കിട്ടുമോ? അതിന് അവളാണെങ്കിൽ തീർത്തു പറയും, നീ എത്രയൊക്കെ കരഞ്ഞാലും നിലവിളിച്ചാലും നടക്കാനുള്ളത് നടന്നേ പറ്റൂ. അത് ഞങ്ങൾ ആരും തന്നെ തടയാൻ പോകുന്നില്ല. ലോകത്തിന്റെ വെറുപ്പ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എൽഡിയൻസ് ആയിട്ട് ജനിച്ചവരെല്ലാവരും അതിന് ബാധ്യസ്ഥരാണെന്ന് പറയും. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഏറിന്റെ ദേഷ്യം അങ്ങനെ 10 മടങ്ങായിട്ട് ഉയർന്നു വരും. ഇടയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് ക്യാഷ്വലായിട്ട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഇനി എന്റെ ബോഡിയിലുള്ള ആ ഒരു ഫൗണ്ടൈൻ ടൈറ്റിന്റെ പവർ നീ അടിച്ചു മാറ്റിയാലും നിനക്കതുകൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാവില്ല. അതിന് ഡോക്ടർ പറയും, അതെ, അതെനിക്ക് നന്നായിട്ട് അറിയാം. മൊത്തത്തിൽ 9 ടൈറ്റൻസ് ആണ് ഉള്ളത്. അതിൽ അറ്റാക്ക് ടൈറ്റനാണ് ഞാൻ. അറ്റാക്ക് ടൈറ്റനെ കൊണ്ട് ഫ്യൂച്ചർ അത് കാണാനായിട്ട് കഴിയും. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ഫൗണ്ടൈൻ ടൈറ്റൻ ആണെങ്കിൽ പഴയ മെമ്മറീസ് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ അറ്റാക്ക് ടൈറ്റന് ഫ്യൂച്ചർ കാണാൻ പറ്റും. അത് കേട്ട് ക്വീൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായി പോവും. ഈ കാര്യങ്ങളെല്ലാം കേട്ട സീക്ക് ആണെങ്കിൽ ഷോക്കായിട്ട് ഈ പേറിനോട് ചോദിക്കും, നിനക്കപ്പോ ഫ്യൂച്ചർ കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഏഗറാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, നിങ്ങൾക്ക് ആർക്കും ഫൗണ്ടൈൻ ടൈറ്റന്റെ പവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ ഫൗണ്ടറിനെ ഭക്ഷിച്ചതിന് ശേഷം റോയൽ ബ്ലഡ് ലൈൻ അത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് പോവുകയാണെന്ന് ഡോക്ടർ പറയും. ടീച്ചറെല്ലാം തന്നെ ഇപ്പോൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. ഫിഡയാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറഞ്ഞ് കൈ കടിച്ച് ടൈറ്റനായി മാറാൻ ശ്രമിക്കും. ഡോക്ടറാണെങ്കിൽ കത്തി കയ്യിലെടുക്കും. പക്ഷേ ഡോക്ടറാണെങ്കിൽ അവൻ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ബ്ലേഡ് താഴേക്കിടും. ഞാനൊരു ഡോക്ടറാണ്, എന്നെ കൊണ്ട് ആരെയും കൊല്ലാനായിട്ട് കഴിയില്ല എന്ന് പറയും. സീക്ക് ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്ക് ആവുകയാണ്. കാരണം ഡോക്ടറാണ് ഫാമിലിയെ മുഴുവനും കൊന്നു കളഞ്ഞെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇവിടെ അവളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവളോട് ടൈറ്റനായി മാറി ഡോക്ടറിനെ കൊല്ലാനായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വേറെ വഴിയില്ലാതെ അവൾ കൈ കടിച്ച് ടൈറ്റനായി മാറാൻ തുടങ്ങുകയാണ്. ആ സമയം എറിനാണെങ്കിൽ ഇപ്പോൾ അവന്റെ അച്ഛന്റെ തോളത്ത് തട്ടും, വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ചെറിയ അനുജത്തിയെ ആ മാർലിയൻസ് ഇല്ലാതാക്കി. നിങ്ങളുടെ വൈഫ് ക്രൂഗർ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് എറിനാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവൻ പറഞ്ഞത് കേട്ടിട്ടാണോ എന്താണോ എന്നറിയില്ല. അവൻ പറഞ്ഞത് ഡോക്ടറിന് കേൾക്കാൻ കഴിഞ്ഞുവെന്നറിയില്ല. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ആ ബ്ലേഡ് അത് കയ്യിലെടുക്കും. ഒന്നും ചിന്തിക്കാതെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ടൈറ്റനായി മാറി അവരെ എല്ലാവരെയും കൊല്ലും. കൊന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധം തോന്നും. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ആ റോയൽ ഫാമിലിയിലെ ബ്രദറിനെ മാത്രമാണ് ഞാൻ കൊല്ലാതെ വെറുതെ വിട്ടത്. ഇങ്ങനെ ഞാൻ ചെയ്ത എൽഡിയൻസിനെല്ലാം പ്രൊട്ടക്ഷൻ ലഭിക്കുമോ, അവരുടെ ജീവന് യാതൊരു ആപത്ത് സംഭവിക്കാതിരിക്കുമോ എനിക്കറിയില്ല. എനിക്ക് ഫ്യൂച്ചർ പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നില്ല. എന്റെ വൈഫ് അവൾ മതിൽ തകർന്നതിന് ശേഷം സേഫ് ആയിരിക്കുമോ? സീക്ക് അവൻ എവിടെയാണ്? ഉടനെ അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ ഫ്യൂച്ചർ മെമ്മറി കണ്ട് സീക്കിനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. ഐ എം സോറി സീക്ക്, എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ആളങ്ങനെ നിർത്താതെ കരയും. എന്റെ ബ്രദർ എറിൻ, അവനിനി എപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഫ്യൂച്ചർ ഞാൻ കണ്ടു കഴിഞ്ഞു. സോ എറിന് നീ തടയാനായിരിക്കും ഇപ്പോൾ അവന്റെ അച്ഛൻ അവനോട് പറയുക. ഇത്രയും കാലം ഒരുപാട് ദേഷ്യം അവന്റെ അച്ഛനോടുണ്ടായിരുന്ന സീക്കിനാണെങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. എറിനാണെങ്കിൽ ഇവിടെ ടെററായിട്ട് നിലങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.